Hi dears, welcome to our channel. അപ്പം ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് എന്ത് പണിയാണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനിവിടെ ഫുൾ ക്ലീനിങ്ങിനാട്ടോ. അതുപോലെ തന്നെ എൻ്റെ മേക്കപ്പ് റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മേക്കപ്പ് ബ്രഷുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ മാസത്തിൽ ഒന്നൊരു ഡീപ്പ് ക്ലീനിങ് ഉള്ളതാണ്. അതർവൈസ് ഞാൻ മേക്കപ്പ് ബ്രഷ് ക്ലെൻസർ വെച്ചിട്ടായിരിക്കും മേക്കപ്പ് ബ്രഷുകളെല്ലാം ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ബ്രഷുകളെല്ലാം ഒരു കപ്പിൽ ജസ്റ്റ് ഷാംപൂ, ചൂടുവെള്ളത്തിൽ കുറച്ച് ഷാംപൂ കലക്കി ഈ ബ്രഷിൻ്റെ ഈ ഒരു ടിപ്പ് മാത്രം മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലും ഷാമ്പൂലും കിടക്കുമ്പോൾ ആ ഒരു ബ്രഷിൻ്റെ അറ്റത്തെ ഫൗണ്ടേഷൻ എല്ലാം നന്നായിട്ട് ഇളകി വരാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ബ്രഷ് മുക്കി വയ്ക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റം മാത്രം ഡിപ്പ് ചെയ്യുക. അതർവൈസ് ആ ബ്രഷിൻ്റെ അറ്റത്തുള്ള പശയെല്ലാം പോയി ബ്രഷ് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ മേക്കപ്പ് റൂമും ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫുൾ അഴിച്ചുപണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ബ്രഷ് ക്ലെൻസിങ്ങിനായിട്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 എണ്ണം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ ദിവസം ആയതാട്ടോ ഇത് വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ജസ്റ്റ് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറക്കാതെ വെച്ചിരിക്കുമായിരുന്നു. എന്തോ ചെറിയ സാധനങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി. ഒരെണ്ണം എന്താണെങ്കിലും മേക്കപ്പ് ബ്രഷ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഐലാഷാണ്. പാക്കിൻ്റെ ഒരു ഐലാഷാണ്. അപ്പോൾ ഈ മേശയൊക്കെ ഭയങ്കര മെസ്സായിട്ടാട്ടോ കിടക്കുന്നത്. അതൊന്നും ആരും ശ്രദ്ധിക്കണ്ട. ഇവിടെ ഫുൾ ക്ലീനിങ് ആണ്, ഫുൾ അടുക്കിപ്പെറുക്കലാണ്. അപ്പോൾ ഇതാണ് ആ സാധനം നമ്മുടെ ബ്രഷ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ആ ബ്രഷിൻ്റെ അറ്റമൊന്നും പോകാതെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് റഫായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ബ്രഷിൻ്റെ അറ്റത്തിരിക്കുന്ന ഫൗണ്ടേഷനും ഒക്കെ ഡീപ്പായിട്ട് ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സിലിക്കോൺ ബ്രഷ് ക്ലെൻസർ ഒന്ന് വെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ബ്രഷുകളും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഷാമ്പൂ ഉണ്ട്. ദെൻ പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഷാമ്പൂ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ബ്രഷ് നന്നായിട്ട് ഇതിൽ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഫൗണ്ടേഷൻ നമുക്ക് റിമൂവ് ആയി കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാനിത് വാങ്ങണം എന്ന് വിചാരിക്കുന്നതാണ്. എന്താണല്ലേ, അതിന് മുമ്പ് എൻ്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് എനിക്കത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പ്രോപ്പറായിട്ട്. പക്ഷേ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. കണ്ടോ, ഫുൾ ഫൗണ്ടേഷൻ പോയി ആ ഒരു ബ്രഷിൽ നിന്ന്. ബ്രഷ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ക്ലീൻ ബ്രഷ് ആണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. എനിക്കെല്ലാം ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. ഇതിന് മുമ്പാണേലും ഞാനെല്ലാം നല്ല ബ്രഷ് ക്ലെൻസർ വെച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുമായിരുന്നു. എനിക്കിത് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഈ ഒരു സിലിക്കോൺ ബ്രഷ് ക്ലെൻസറിൻ്റെ വില വന്നിട്ട് 299 രൂപയാണ് ഇതിൻ്റെ വില. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. വളരെ 3 ഡിഫറെൻറ്റ് ടെക്സ്ചറാണ് ഇതിനുള്ളത്. അപ്പം നമ്മുടെ ബ്രഷിൻ്റെ വലുപ്പം അനുസരിച്ചും അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനിങ്ങനെ ഒരു ഹോൾ ഉള്ളതുകൊണ്ട്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഹോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണെങ്കിലും ബ്രഷ് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഫുൾ ഡേ ക്ലീനിങ്ങും പരിപാടികളാണ്. അപ്പോൾ ഒരു ബ്രഷ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഫുൾ ബ്രഷ് ക്ലീൻ ചെയ്യാൻ കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് സിമ്പിളായിട്ട്, ഞാനിത് മേക്കപ്പ് ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ട്, മീൻസ് യൂട്യൂബ് നോക്കി പഠിക്കുന്നവരുണ്ട്. അവർക്ക് ചിലപ്പം ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ബ്രഷുകളെല്ലാം ഈ രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ടേബിളിൽ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഒരു 1 ഡേ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഫുൾ ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ടിരിക്കും ബ്രഷെല്ലാം. അപ്പോൾ എനിക്കിനി ഒരുപാട് പണിയുണ്ട് ഗൈസ്. ഈ ഒരു റൂം ഫുള്ള് അടുക്കി പെറുക്കാൻ കിടക്കുകയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.